ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മൾ പാനിപ്പത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ നാട്ടിപ്പോൾ ഈ കാണിച്ചതാണ് നമ്മൾ ഇന്ന് നിന്ന ഹോട്ടൽ കേട്ടോ, സ്റ്റേ. വെളിയിലത്തെ ലുക്ക് നോക്കി വിലയിരുത്തേണ്ട സംഭവം നൈസ് ഹോട്ടലായിരുന്നു. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പൈസയ്ക്ക് നല്ല വറുത്ത് നല്ല അടിപൊളി നീറ്റ് കിടിലം ഹോട്ടല്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന് ലുധിയാന, പിന്നെ നമ്മൾ നേരെ ഇന്ന് വൈകുന്നേരം ആവാന്നത് അമൃത്സറിൽ എത്തണം. അത് രണ്ടുമാണ് നമ്മുടെ അജണ്ടാസ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന അകത്തോട്ട് അങ്ങോട്ട് കയറി നമ്മൾ മെയിൻ ഹൈവേ അങ്ങോട്ട് പിടിച്ച് നൈസായിട്ട് അങ്ങോട്ട് പോകാൻ പോവുകയാണ്. ഒരു 10 മണി വരെ നിർത്താതെ ഓട്ടിക്കണം. അപ്പോഴത്തേക്ക് ഒരു 180 കിലോമീറ്ററിന് അടുപ്പിച്ച് കവർ ചെയ്യണം. അപ്പോഴത്തേക്ക് ഒരു 12 മണിയൊക്കെ ആവാൻ നേരത്ത് നമുക്ക് ലുധിയാന എത്താൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് ചെറുതായിട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് ബാക്കി അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പ്ലാൻ കേട്ടോ. അപ്പോൾ ഓക്കെ, വണ്ടിയിൽ ടയറിൽ എന്താ ഒരു സാധനം കയറി വീണ്ടും പ്ലക്കൂന്ന് പറഞ്ഞൊരു സൗണ്ട് കേട്ട്. ബട്ട് നോക്കിയിട്ട് പ്രത്യേകിച്ച് പഞ്ചറൊന്നും കാണുന്നില്ല. പിന്നെ ഇവിടെ നിർത്തിയപ്പോഴത്തേക്ക് ഇവിടെ എന്തൊരു തോട്ടവും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വേറൊരു ടൈപ്പ് നമ്മളെ പണയൊക്കെ കോരി കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ടൈപ്പ് കൃഷി ഇതേ ഇല്ല. അവിടെ ഇഷ്ടംപോലെ പൂ പിടിച്ചിരിക്കുന്നത്. എന്തേരം നോക്കിയിട്ട് എന്തരാണ് എന്തോടെ സാധനം ഇഷ്ടംപോലെ പൂക്കൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഇങ്ങനെ നട്ടു വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതൊരു കൃഷിത്തോട്ടമായിട്ട് തോന്നുന്നില്ലല്ലോ. എല്ലാം കൂടെ എല്ലാം വാരി വലിച്ച് നട്ടിരിക്കുന്നതൊക്കെയല്ലേ തോന്നുന്നത്. പക്ഷെ അവിടെ ഫുള്ള് വൈറ്റാണ് കേട്ടോ. നേരെ ഇറങ്ങി കാണാൻ പറ്റത്തില്ല. വൈദ്യപ്പ ഇവിടെ ഒരു ചെടി നിൽക്കുന്നു. ചെടിയുടെ ഇല കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നുണ്ട്. ഇലയും മുകളിലത്തെ പൂവൊക്കെ കണ്ടിട്ട്. ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെയാണോ എന്തോ അറിയത്തില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ച് പിച്ചിക്കൊണ്ട് പോവായിരുന്നു. എനിവേയ്സ് ഇവിടെ ഇറങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വണ്ടിയുടെ അടുത്ത് തിരിച്ചു പോയിട്ട് നമുക്ക് വിട്ട് പോവാം. നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് അങ്ങനെ വണ്ടി നിർത്തി. എന്തിനാണെന്ന് കാണിച്ചു തരട്ടെ ഇവിടുത്തെ പ്രത്യേകത. സൂര്യകാന്തി പാടം ഗൈസ്. ഇതിനെക്കാട്ടിയും ഏക്കർ കണക്കിന് കിടക്കുന്ന പാടം തോണ്ട് അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നിർത്താൻ പറ്റുള്ളൂ. റോഡ് സൈഡിനുള്ളത് ഇതേ ഉള്ളായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലല്ലേ. കണ്ണ് മഞ്ഞളിക്ക് പറയാം അങ്ങോട്ട് നോക്കാൻ നേരത്ത്. ഓക്കെ, നമ്മൾ പഞ്ചാബ് ലക്ഷ്യമാക്കി അമൃത്സർ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കിലോമീറ്റേഴ്സ് അങ്ങനെ 3000 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നൊരു ഡൈവേർഷൻ മുകളിലത്തെ പാലത്തിൽ നിന്ന് എല്ലാണ്ടതിനെയും കൂടെ താഴെ ഇറക്കി. എന്തിനാണ് സംഭവം എന്നറിയാൻ വയ്യ. പക്ഷെ മിലിറ്ററി വണ്ടി 2-3 മേളിലൂടെ പോയിട്ടുമുണ്ട്. അപ്പം വേറെ എന്തെങ്കിലും നല്ല മെയിൻ്റനൻസോ അങ്ങനെ ആയിരിക്കും. എന്നാലും മിലിറ്ററി വണ്ടിക്ക് പോകാനുള്ള സ്ഥലം കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരെ കയറ്റി വിട്ടത്. അപ്പം നമ്മൾ അംബാല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ മെയിൻ ഹൈവേ ക്ലോസ് ആയിരുന്നു. അങ്ങനെ ഗൂഗിൾ ചേച്ചി പറഞ്ഞു തന്ന വേറൊരു വഴി കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഗ്രാമ വഴികളൊക്കെയാണ് കേട്ടോ സംഭവം. എന്തായാലും അത്യാവശ്യം നമ്മുടെ പഞ്ചാബിൻ്റെ ഉൾപ്രദേശങ്ങളൊക്കെ കുറച്ച് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇതാണ്ട് കൃഷി. ഇവിടത്തെ പാടങ്ങളൊക്കെ കാണിച്ചു തരണം എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. എല്ലാം അതെ, ഗോതമ്പ് വെട്ടി നിരത്തിയ ഗോതമ്പ് പാടം, പിടിച്ചു വരുന്ന ചോളം, അങ്ങ് ദൂരെ നിങ്ങൾക്ക് പൂത്തുലഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പാടം കാണാം. ഈ സൂര്യകാന്തി ഫുള്ള് അങ്ങ് ഉള്ളിലോട്ടാണ്. റോഡ് സൈഡില് ആൾക്കാര് ചിലപ്പോ നശിപ്പിക്കും എന്നുള്ള പേടി കൊണ്ടായിരിക്കാം. ഇതാ ചോളപ്പാടം. ഇവരതിന്റെ മുതലാളിമാർ ഇൻസ്പെക്ഷന് വന്നിരിക്കുകയാണ്. അടുത്ത് കാണാം ഗോതമ്പ് പിടിച്ച ഗോതമ്പ് അവിടെ നിർത്തണം. ഇതാണ് നല്ല പിടിച്ചു നിൽക്കുന്ന ഗോതമ്പ്. അടിപൊളി, നൈസ്, നല്ല ഭംഗി. ഗോതമ്പ് കണ്ടില്ല ഞാനും പറയുന്നത്. അപ്പം നമ്മൾ ചോളം കണ്ടു, ഗോതമ്പ് കണ്ടു. ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. അപ്പൊ ഫുള്ള് ബ്ലോക്ക്. വഴി റോഡ് നിങ്ങൾ കണ്ടല്ലോ, വെറും ചെറിയ റോഡാ. നമുക്ക് ഒന്ന് ഒതുക്കി നിർത്താൻ പറ്റുന്ന സിറ്റുവേഷനിലെ റോഡല്ല. നമുക്ക് അങ്ങനെ ഒരു സ്പേസ് കിട്ടുകയാണെങ്കിൽ നിർത്തി കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കാണുമ്പോ അറിയാലോ എന്ത് സ്ഥലവാ. ഫ്രണ്ടിലോട്ട് ഇഷ്ടം മാതിരിയാ കൃഷിയായിട്ട് കിടക്കുന്നത്. നമ്മൾ
ഇങ്ങനെയുള്ള തരിശുഭൂമി കണക്കല്ല. ഇവിടെ ഉള്ളവരെന്തായാലും സ്ഥലം യൂസ് ചെയ്യുന്നുണ്ട്. ഫുള്ള് കൃഷി ചെയ്തിട്ടിരിക്കും. നമുക്ക് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കാണാം. ഫുള്ള് അടിപൊളിയായിട്ട് നല്ല കൃഷി ചെയ്തിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ ഏതൊക്കെയോ മുക്കിലും മൂലയിലും കൂടി കേറിയാണ് പോണത്. ഇപ്പൊ മനസ്സിലായില്ല, നമുക്ക് ലേയിലൊക്കെ ഈസി ആയിട്ട് പോകാൻ പറ്റും. നമ്മൾ അടിപൊളി ഓഫ് റോഡൊക്കെ ചെയ്താണ് ഇതുവരെ വരുന്നത്. ഇതുവരെ വണ്ടിയിൽ അടി തട്ടിയിട്ടില്ല, കുഴപ്പമൊന്നും ഇല്ല. എന്തായാലും അയ്യോ, അവിടെ ഒരു ബണ്ടർ റോഡ് ഉണ്ടായിരുന്നു, ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല. ഒരു സൈഡിൽ നിന്ന് മറ്റേ വെള്ളം അതിന്റെ മുകളിൽ കൂടെ കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള വീതി മാത്രമേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു മണ്ണങ്ങാണ്ട് ഇടിഞ്ഞ് ഞാൻ താഴെ പോയത്. പിന്നെ വെള്ളം വണ്ടിയും കുളിക്കും, നമ്മളും കുളിക്കും, എല്ലാരും കുളിക്കും. നല്ല പൊടിയുണ്ട് കേട്ടാ, ഭയങ്കര പൊടി. വയോ 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 വയോ, അടിപൊളി. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം കുഴിയിൽ നിന്നും നല്ലൊരു റോഡിലോട്ട് കേറി അല്ലേ? സന്തോഷിക്കാതെ ഇനി കാണിക്കുന്നുണ്ട്. അതാ എന്നാലും അതാ വീണ്ടും ഞങ്ങൾ കുഴിയിലോട്ട് ഇറങ്ങി. അടിപൊളി. സന്തോഷമായി. ഗോതമ്പ് കൊയ്യുന്ന പൊടി കണ്ട് ഇതെല്ലാം അതല്ലേ, ഇത് ഗോതമ്പിന്റെ ചണ്ടി അടിക്കി വെച്ചിരിക്കുന്നു. ചണ്ടി, വൈക്കോൽ, ഗോതമ്പ് വൈക്കോൽ. നമ്മളങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് പഞ്ചാബിന്റെ ഉൾപ്രദേശങ്ങളും ഗോതമ്പ് കൃഷിയും എല്ലാം കണ്ടിട്ട് വീണ്ടും നമ്മുടെ ഹൈവേയിലേക്ക് കേറാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ ഓക്കേ ഇതുകൊണ്ടേ മറ്റേ മനസ്സിലായി ഇല്ല, ട്രക്ക് സമരം ഇവിടെ. ആ ഒരു അത്രയും ഭാഗത്ത് അവര് ഇതിന്റെ മുകളിൽ കാണാൻ പറ്റും കണ്ടോ, ട്രക്ക് അവരും എന്തോ കൊടിയൊക്കെ വെച്ച് കർഷക സമരം മറ്റേ. അതുകൊണ്ടാണ് കേട്ടോ അവിടെ ഓക്കെ, അതാണ് സംഭവം. അപ്പം കർഷക സമരം ആയതുകൊണ്ടാണ് ആ ഒരു റോഡ് ക്ലോസ് ആക്കിയിട്ടിരുന്നത്. ഇതാണ്ട് ഞാനത് കാണിച്ചു കൊടുത്തോണ്ട് ചിലപ്പോ കാണാൻ പറ്റുമായിരിക്കും, കാണാം. അപ്പൊ ആണ്ട ഇതിന്റെ മുകളിൽ മൊത്തം ആൾക്കാർ വണ്ടി നിർത്തിയിട്ട് പോലെ അവിടെ ചെല്ലാൻ നേരത്തെ വണ്ടി നിർത്തിയിട്ട് ടെന്റ് അടിച്ച് അവരവിടെ താമസിക്കുകയാണ് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഇത്രയും സ്ഥലത്ത് നമ്മള് കേറാൻ പറ്റുന്നത്, മെയിൻ ഹൈവേ കൂടെ വരാൻ പറ്റാഞ്ഞത്. കുറ്റം പറയുന്നില്ല, ഒരു നല്ല കോസിന് വേണ്ടിയിട്ടാണ് അവർ സമരം ചെയ്യുന്നത്. സോ നമ്മള് ഇപ്പം വന്ന കുണ്ടും കുഴിയൊക്കെ നമ്മൾ സഹിച്ചിരിക്കുന്നു അല്ലേ. വി സപ്പോർട്ട് യു ഗൈസ്, വി സപ്പോർട്ട് യു. അവര് സ്റ്റേ ആണ് കേട്ടോ ഇവിടെ, വണ്ടി ഇട്ട് അവര് ടെന്റൊക്കെ അടിച്ച് അവര് ഫുൾ സ്റ്റേ നമ്മളെ കണക്ക് തന്നെ കുക്കിങ്ങും വഴിയിൽ തന്നെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം സ്റ്റേ അടിച്ചിടായിരുന്നു ഇവിടെ. പക്ഷെ നമ്മളെ വണ്ടി വേറെ ആയി. നമ്മളൊന്ന് പെട്രോൾ അടിക്കാൻ നിർത്തി, ബാത്റൂമിലും ഒക്കെ ഒന്ന് പോകണമായിരുന്നു. നല്ല ബാത്റൂമായിരുന്നു കേട്ടോ, കുഴപ്പമില്ലാത്ത ബാത്റൂമായിരുന്നു. എന്നിട്ട് നമ്മളിവിടെ ഒരു ധാബയിൽ ഫുഡ് കഴിക്കാനും കയറി. ഇന്ന് ആലു പൊറോട്ട, എല്ലാവരും ആലു പൊറോട്ട കഴിച്ച്. ആദൂന് സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇന്ന് എക്സ്ട്രാ ഒക്കെ കഴിക്കുന്നുണ്ട്, നല്ലോണം കഴിക്കുന്നുണ്ട്. കൊള്ളായിരുന്നു, അതെ, നല്ല സോഫ്റ്റ്, നല്ല കിടിലം ആലു പൊറോട്ട കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് കഴിച്ചത്. ആണോ, ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആലു പൊറോട്ട ഇതാണെന്ന് അല്ലേ? സംഭവം എന്തെന്നാ, അവര് നല്ല ക്വാണ്ടിറ്റിക്ക് ഒരു ബട്ടറിന്റെ പീസ് അതിന്റെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിങ്ങനെ ഉരുകി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ നമ്മൾ കഴിക്കും തോറും അതിന്റെ ആ ഒരു ടേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതാണ് സംഭവം. ആ ബട്ടറിന്റെ ടേസ്റ്റും കൂടെ ഉള്ളത് കൊണ്ടാണ് ഇവര് ഇത്ര എൻജോയ് ചെയ്തതെന്നാണ് പറയുന്നത്. പീസിലും ഫ്രഷ് ആയിട്ട് ബട്ടറിന്റെ ടേസ്റ്റ് ഇറങ്ങുന്നുണ്ടായിരുന്നു. പോവാം. അപ്പം നമ്മൾ ആലു പൊറോട്ട കഴിച്ചു. ഇനി നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് ഇനി എവിടെയെങ്കിലും നിർത്തണം. അതപ്പോഴത്തേക്ക് ലുധിയാന എത്തുമെന്ന് തോന്നുന്നു. ലുധിയാന സിറ്റി. ഇവിടെ അടുത്ത്
എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ, ഇനിയിപ്പം സിറ്റി ആയതുകൊണ്ട് പാർക്ക് ചെയ്തൊന്ന് കുക്ക് ചെയ്യാനുള്ള ഒരു ലൊക്കേഷൻ കിട്ടുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. നമ്മൾ നോക്കട്ടെ കേട്ടോ. അങ്ങനെ ഒരു സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ അതെ, കാരണം ചോറ് തിന്നാൻ കൊതിയാവും. നമ്മുടെ ചോറ്, നമ്മുടെ നാടൻ ചോറ്. ഓക്കെ, നമ്മള് ലുധിയാനയിലെത്തി. നമ്മളൊരു വണ്ടി ഒന്ന് നിർത്തി ഒന്ന് ചെറുതായിട്ട് കുക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം നോക്കുമായിരുന്നു. അപ്പൊ 2 പയ്യന്മാര് വന്നു, നമ്മളെ ഫ്ലാഷ് ചെയ്തിട്ട് കാണിച്ചിട്ട് ഹായ് ബ്രോസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് സംസാരിച്ചപ്പോ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ വണ്ടി നിർത്തി ഫോളോ ചെയ്യുമായിരുന്നു. അതെ, നമ്മളിങ്ങനെ ചോദിച്ചു നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിർത്തി കുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടോ. അപ്പൊ അവന്മാര് പറഞ്ഞ് ബാ നമ്മള് കാണിച്ചു. ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്ന ആ കാറിലെ ആൾക്കാരാണ്. ഞങ്ങൾ അവരെ പിറകെ പോവുകയാണ്. നമുക്ക് ചോദിച്ചു പോവാം. നോക്കി പോവാം. സോ ഇന്ന് ഉച്ചക്ക് ഇതേ നമ്മൾ ഇവിടെയാണ് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഒരു കനാൽ ഓർ റിവറിന്റെ സൈഡിലാണ്. നല്ല അടിപൊളി തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ഈ മച്ചാന്മാരാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതെന്ന്. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. Hi guys, my name is Mukul. I'm from Ludhiana. Ludhiana, yeah. New Ludhiana, the newer part of Ludhiana, yeah, right? Basically you can say New Ludhiana. That is South City, yeah. Oh, like, South City. Yeah. South City is new. They developed it. Is basically modern type. Nice. In Ludhiana. Okay. Yeah. Cool. Thank you. And you are? My name is Ishpreet. I'm from Ludhiana. Okay. Yeah. Okay. As you can see in his T-shirt, he is a car fan. And you can see their car too. It says yes. Yeah. Is it customized or stock? It's not yet customized, but you are planning to? Will do, yeah. Cool. It was a 2015 model. Uh-huh. I have facelifted it to 2023. Oh, right. So this is the newest bumper kit. Yeah. Okay, cool. Bumper kit and grill as well. And Awesome. lights are a bit of customized. Uh-huh. They are black inside. Right. Just the glasses. Yeah, this guy has a business relating to that. Yeah. He does custom headlights, right? Yes. You do you deliver to all India or all you? Okay. Then I will give your contact number too, or whatever you want, like Instagram or mail or. Basically, one thing is very famous. Like if you have your own business, Uh-huh. so what thing you do, you only lack in that one. Ah. So if we make custom headlights, we don't have a custom headlights. True. So, anybody out there want custom headlights? Contact him up. That's Sure. it. Yeah. Sure. I will give his contact number in this yeah. video. Okay. Yes. We So- do anything you want, anything you have in your mind. Yeah. This guy is doing. We work on animations, like imaginations as well. Awesome. സോ അതാണ്. അപ്പോൾ നമ്മുടെ ഈ സ്ഥലം കണ്ട രക്ഷയില്ലാത്ത സ്ഥലമല്ലേ. നമ്മൾ ആ ഒരു പഴയ ടൗണിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവരാണ് ഈ ഒരു സ്പോട്ട് കാണിച്ച് തന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് കേട്ടോ. എന്തായാലും പൊളിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച്. Thank you so much. താങ്ക് യു. താങ്ക് യു. ഓക്കെ ബ്രോ. അപ്പം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനും കുക്ക് ചെയ്യാനും ഇത്രയും നല്ലൊരു സ്പോട്ട് കിട്ടിയ സ്ഥിതിക്ക് അത്യാവശ്യം നമുക്ക് നല്ലോണം അങ്ങ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം നമ്മൾ ഫുഡ്സിൻ്റെ നമ്മുടെ ചിക്കനില്ലേ, പെപ്പർ ചിക്കൻ നമ്മൾ 2 എണ്ണം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പെപ്പർ ചിക്കൻ 2 പെപ്പർ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 2 കുക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ സാധാരണ ചോറില്ലേ, ഇത്തിരി ചോറ്, പിന്നെ മുട്ട വെച്ചിട്ട് എന്തെങ്കിലും ഒരു പരിപാടി, പിന്നെ അപ്പോൾ ഇത് ഇത്രയും കൂടെ ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പയ്യന്മാർ വന്നപ്പോഴേ അവന്മാർ ഇവിടെ കുട്ടികളെ കണ്ടിട്ട് എന്ത് ചെയ്യ സാധനം ചോക്ലേറ്റ് ഇതേ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചോണ്ട് വന്ന അവന്മാർ. ഷെടാ ഇതാണ് കമ്മ്യൂണിറ്റി മാൻ. താങ്ക് യു പറഞ്ഞു. നമ്മൾ താങ്ക് യു പറഞ്ഞ് എന്നിട്ട് നമ്മളൊരു ഫുഡ്സിന്റെ ഒരു പെപ്പർ ചിക്കൻ ഉണ്ടല്ലോ അവർക്ക് കൊടുത്തും വിട്ടു കേട്ടോ. അപ്പോഴത്തേക്ക് അതെ അത് കഴിച്ചിട്ട് അവർ അഭിപ്രായം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മുടെ സ്മൃതി ഇവിടെ ഇരുന്ന് കുക്ക് ചെയ്യാൻ പോവുകയാണ്. ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് രാജാവിനെ പോലെ. എന്ത് ഭയങ്കര ക്ഷീണം മക്കളെ. കുറച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ രാജാവേ. അതെ, പള്ളിച്ചോറും പള്ളി ചിക്കനും കളർ അടിക്കും. അതാണ്. അപ്പൊ നിങ്ങൾ കളർ അടിക്ക്, നീ കുക്ക് ചെയ്യ്, ഹെൽപ്പ് ചെയ്യണം കേട്ടോ. പക്ഷേ ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പാചക സമയം, ഇന്നത്തെ ഉച്ചക്കാലത്തെ ഈ ഒരു സമയം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫുഡ്സ്. ഉച്ചയ്ക്ക് മാത്രമല്ല വൈകിട്ടത്തേക്കും കൂടെ ചേർത്താണെന്ന് തോന്നുന്നു കുക്ക് ചെയ്യുന്നത് അല്ലേ. എന്നാ കുക്ക് ചെയ്യണ്ട, ഉച്ചക്കലത്തേക്ക് മാത്രം മതി. കാരണം എന്തായാലും അമൃത്സറിൽ എത്തുമല്ലോ.
അവിടെ നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അപ്പോഴത്തേക്ക് ഉച്ചക്കലത്തേക്ക് മാത്രം മതി. ഉച്ചക്കലത്തേക്ക് മാത്രം നമ്മൾ ചോറും പെപ്പർ ചിക്കനും നമ്മുടെ ഈ ഒരു ട്രിപ്പ് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ സ്പോൺസറായിട്ടുള്ള ഫുഡ്സിൻ്റെ പെപ്പർ ചിക്കനാണ് നമ്മൾ ഇത്തവണ ട്രൈ ചെയ്യുന്നത്. ഇത്തവണ അല്ല, നമ്മൾ കഴിഞ്ഞ തവണയും ട്രൈ ചെയ്തതാണ്. പക്ഷേ ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അതെ, അന്ന് നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ട്രൈ ചെയ്തത്. ഇത്തവണ നമ്മളെ നാടൻ അരി ഡൊപ്പിയിലടി കൊണ്ടുവന്നത് പൊന്നി. അപ്പോൾ നമ്മൾ പൊന്നി അരി വെച്ച് ചോറും വെച്ചിട്ട് അതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു തരാം കേട്ടോ. ലൊക്കേഷൻ നോക്ക് ഗൈസ്. ഇത് രാത്രിയോളേക്ക് ക്യാബ് ചെയ്യാനും പറ്റിയ നല്ല കിടുക്കാച്ചി ലൊക്കേഷൻ കേട്ടോ. അടിപൊളി, രക്ഷയില്ല. ചോറ് റെഡിയായി കഴിഞ്ഞു. ഇവിടെ ഒരു വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അത്യാവശ്യം ഒന്ന് മസാലയൊക്കെ ഇടുന്നുണ്ട്. അവള് കുറെ മസാലയൊക്കെ കൊണ്ടാണ് കേട്ടോ. നമ്മൾ തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടല്ല, പിന്നെ നമ്മുടെ മസാലയൊക്കെ കഴിക്കാനുള്ളൊരു നമ്മളെ എരിയും പുളിയൊക്കെ ഒന്ന് കിട്ടാനായിട്ട് നമുക്കൊരു ആഗ്രഹം. ഓക്കെ, അപ്പം നമ്മൾ ഇച്ചിരി ആ ഒരു മെഴുക്ക് പുരട്ടിയും കാര്യങ്ങളും ഒക്കെ ഇട്ടൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും ഫുഡ്സിൻ്റെ ചിക്കനും പിടിച്ചോണ്ടിരിക്കുകയാണ്. റെഡി ഇപ്പം ഇടുമെന്നും പറഞ്ഞുകൊണ്ട്. ഇതിട്ട് കഴിഞ്ഞിട്ട് ഇടാം കേട്ടാ. അപ്പം ഇത് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ സംഭവം റെഡിയാവും. അതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ആ ഒരു സ്പോൺസറിൻ്റെ ഒരു സംഭവം ഒന്നും കൂടെ പറയുകയാണ്. നമ്മുടെ ഇതിപ്പോൾ ഇന്ന് ട്രൈ ചെയ്യുന്നത് കേരള പെപ്പർ ചിക്കനാണ് ഫുഡ്സിൻ്റെ. അഗൈൻ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഭയങ്കര സിമ്പിളാണ്. ഇതങ്ങോട്ട് പൊട്ടിക്കുക, ഒരു പാനിലേക്ക് ഇടുക, ഒരു 3 മിനിറ്റ് കടുവറ അല്ലേ ഇളക്കുക, സംഭവം റെഡി. ഓക്കെ, 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഒരു പെപ്പർ ചിക്കൻ സെറ്റാവും. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. ഇപ്പം അവരുടെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ്, foodfoods.in. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. അത്യാവശ്യം നല്ല അടിപൊളി പ്രോഡക്റ്റ്സ് ഉണ്ട്. കല്ലുമേക്കായ ഉണ്ട്, ബീഫുണ്ട്, ചിക്കനുണ്ട്, പിന്നെ പിക്കിൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഓഫേഴ്സൊക്കെ ഇപ്പോൾ ഓടുന്നുണ്ട് കേട്ടോ. അപ്പം ഒരെണ്ണമെങ്കിലും ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. കല്ലുമേക്കായ ഇഷ്ടമുള്ളവരാണെങ്കിൽ മണം വീഡിയോയിൽ കിട്ടത്തില്ലല്ലോ അൺഫോർച്ചുനേറ്റ്ലി. ഇറക്കുന്നത് മാറിയില്ല മക്കളെ. ഇപ്പൊ കിടന്ന് ഉരുളക്കിഴങ്ങ് വറുത്തതിന്റെ ഒന്നും കൂടെ കിട്ടോ, ഇതും കൂടെ കിട്ടോ. നെല്ല് മക്കളെ. അവള് ഇത്തിരി കറിയാക്കാൻ വേണ്ടി അതിനകത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ എടുത്ത് അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അതെ, വായിച്ചോ. അതിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എണ്ണയോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അതാണ് പൊട്ടിച്ച് അതേ കണക്ക് ഈ പാനിലോട്ട് ഇട്ടിട്ട് വെറും ഒരു 3 മിനിറ്റ് ഇളക്കിയാൽ മതി. അവളതിനകത്ത് വീണ്ടും വെള്ളം ചേർക്കും. വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്, ഇതിനകത്ത് അതിന്റെ ഗ്രേവി ഇരിക്കുന്നത്. നമ്മൾ അത് നമുക്ക് ഒരു തുള്ളി പോലും ഇതിന് കളയാൻ തോന്നത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കഴുകി ഒഴിക്കുന്നത്. ശരിയാണ്. മലയാളി കൊല്ലാൻ ഫ്യൂറി. അപ്പൊ സംഭവം ഇവിടെ റെഡി ആയി കണ്ട. അത്രേ ഉള്ളൂ. ഇപ്പൊ ആൾറെഡി പാൻ ചൂടായിട്ടിരുന്നത് കൊണ്ട് 2 മിനിറ്റ് പോലും വേവണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് ഇപ്പൊ വെള്ളം ഒഴിച്ച സ്ഥിതിക്ക് ഒന്ന് തിളപ്പിച്ചേരാം. ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ സംഭവം റെഡി. പിന്നെ വേറൊരു പിറ്റ് നടന്ന് ഇതിന്റെ മണം അടിച്ചിട്ടാണെന്ന് അറിയാൻ വയ്യ. ഈ കേരള ടു കാശ്മീർ എന്ന് എഴുതിയിരിക്കുന്നത് ആൾക്കാർ കേരള റെസ്റ്റോറന്റ് എന്നാണോ വായിച്ചതെന്ന് അറിയാൻ വയ്യ. രണ്ടുപേരും ഇവിടെ എന്തുകൊണ്ട് കഴിക്കാനെന്നും പറഞ്ഞ് വണ്ടി നിർത്തി. പിന്നെ നമ്മൾ പറഞ്ഞു വി ആർ കുക്കിംഗ് ഫോർ അവേഴ്സെൽസ്. എന്നിട്ട് പിന്നെ അവർ എന്തായാലും വണ്ടി നിർത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ നമ്മുടെ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫുഡെന്ന് പറയുന്നത്. നമ്മളതിൽ നല്ല അടിപൊളി റൈസുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ മെഴുക്ക് വരട്ടി ഉണ്ട്, ഒരു മുട്ടയപ്പം ഉണ്ട്, നമ്മുടെ ഫുഡ്സിൻ്റെ ചിക്കനും ഉണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഇത്തിരി തോനെയും ചോറ് ഇവള് വെച്ച്. എനിക്ക് തോന്നുന്നു ഒരുപാട് നാളായില്ലേ ചോറ് തിന്നിട്ട്. അതിന്റെ കഴിക്കും. ഓക്കെ, അപ്പം പെട്ടെന്ന് കഴിക്കും. എന്നിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാനുള്ളതാണ്. നമുക്ക് അമൃത്സറിൽ പോകാനുള്ളതാണ്. നമ്മൾ അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഗായ്സ്, എങ്ങനെ ഉണ്ടായിരുന്നു? അഭിപ്രായം പറയൂ. കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു അല്ലേ? ചോറും മെഴുക്ക് വരട്ടി ചിക്കനും മുട്ടയപ്പവും അല്ലേ? ഈത മിടുമിടുക്കണായിരുന്നു കേട്ടോ. ഫുള്ള് കഴിച്ച്. അതും മിടുമിടുക്കി ആയിരുന്നു. ഒരു ശകലം ബാക്കി വെച്ച്, ഇതിനെ ഇച്ചിരി ബാക്കി വെച്ച് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ആൾമോസ്റ്റ് ഫുള്ള് തിന്ന്. നമുക്ക് പോയാലോ? Let's go. ബിഷ്ക നമ്മൾ അമൃത്സറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബിലെ റോഡൊക്കെ നൈസായിരുന്നു കേട്ടോ. അവർ പ്രത്യേകിച്ച് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു.
ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പാലം പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ മാത്രം കുറച്ച് ഡിവേർഷൻസും കാര്യങ്ങളൊക്കെ വന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സ്മൂത്ത് സെയിലിംഗ്. അഗെയിൻ പിന്നെ ഒരു ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നമ്മളെ സിറ്റിയോടൊക്കെ എടുക്കാൻ നേരത്ത് ചെറുതായിട്ടൊരു ട്രാഫിക് ബ്ലോക്ക്. അത് വലിയ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു, എങ്ങും കിടക്കേണ്ടിയൊന്നും വന്നില്ല. ബാക്കിയെല്ലാം നല്ല സ്മൂത്തായിട്ട് ഇനി പോരുന്നു. ഇനി ഇവിടെ നിന്ന് അമൃത്സറിലേക്ക് 20 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അപ്പോഴത്തേക്കും ഇവിടെ മഴ അതൊരുമാതിരില്ല കട്ടിയുള്ള തുള്ളി വീഴുന്നതൊക്കെ വീഴുന്നു. ഒന്ന് രണ്ടെണ്ണൊക്കെ വീണോളൂ, ചെറുതായിട്ടൊന്ന് ചാറിയതേ ഉള്ളൂ. നമ്മുടെ നേരെ മുകളിൽ ഒരു വലിയ കാർമേഘം നിൽപ്പുണ്ട് കേട്ടോ. അല്ലാണ്ട് ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് മഴ കാണാൻ സാധ്യതയില്ല. അമൃത്സറിലേക്ക് മിക്കവാറും മഴ കാണത്തില്ല, കാരണം ആ സൈഡിലോട്ടൊക്കെ നല്ല തെളിഞ്ഞ ആകാശമാണ്. പിന്നെ വേറെ സംഭവം, നമ്മൾ അവിടെ സൂര്യകാന്തി തോട്ടം കണ്ടപ്പോഴേ അവിടെ ഇറങ്ങി വീഡിയോ എടുത്തത് എന്തുകൊണ്ടും നന്നായി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ സൂര്യകാന്തി തോട്ടം ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്ക് അകത്തോട്ടായിരുന്നു, റോഡ് സൈഡിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലായിടത്തും ഗോതമ്പ് കൃഷിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ കയറി ഫോട്ടോ എടുത്തതും വീഡിയോ എടുത്തതും നന്നായി. ഒരു വിമാനം റെസ്റ്റോറൻറ്റ് കൊള്ളാടെ. എയർ ഇന്ത്യയുടെ ഒറിജിനൽ ഫ്ലൈറ്റ് തന്നെ തോന്നുന്നു, മറ്റേ ഡീകമ്മീഷൻ ആയിട്ടുള്ള ഏതെങ്കിലും ഫ്ലൈറ്റ് കൊണ്ടിട്ടിരിക്കുകയായിരിക്കും. ഇപ്പം ഹോട്ടലായി. കൊള്ളാലോ, ഇതാ നമ്മുടെ അമൃത്സർ ഗോൾഡൻ ടെമ്പിളിന്റെ എൻട്രൻസ് ആണെന്ന് തോന്നുന്നു. എൻട്രൻസിന് റെപ്രസെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണോ? ആയിരിക്കും. ഒരു അടിപൊളി ഒരു മുട്ടൻ ഗോൾഡൻ ആർച്ച് വെച്ചിരിക്കുന്ന റോഡിന്റെ ഇതല്ല, ഫ്രണ്ടിലോട്ട് കാണിച്ചുതരാം. അവരുടെ വണ്ടി അങ്ങ് പോട്ടെ. ഇതാണ് ആ സംഭവം. കൊള്ളാല്ലേ? ഇതാ നോക്കടാ, ഇതാ അടിപൊളിയല്ലേ? ഇതാ കണ്ടാ, വളരെ അടിയിൽ കൂടെ കയറി ഇറങ്ങിയല്ലേ. ഇതിന്റെ വലിയ സ്ഥലത്താണ് നമ്മൾ പോണത്. ഇത് ചേർന്നത് കഷണ്ടിയുള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റിയ മതമാണല്ലേ സിക്കുന്നത്. അറിയത്തില്ലല്ലേ, തലയിൽ കെട്ടി വെച്ചോണ്ട് എപ്പോഴും നടക്കുമ്പോ. അല്ല, പക്ഷെ വേറെ ഒരു കാര്യമുണ്ട്, അവർക്ക് അങ്ങനെ ഒരു ഹെയർ സ്റ്റൈലും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ രണ്ട് സൈഡും ഉണ്ട്. നമ്മളങ്ങനെ അമൃത്സറിൽ എത്തിയിരിക്കുകയാണ്. ഇത് പ്രാവ് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നെറ്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. നമ്മുടെ സ്ഥിരം പരിപാടി, നമ്മുടെ വണ്ടി തൊട്ട് താഴെ കിടപ്പുണ്ട്. റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി കാണാം. നമ്മൾ VK ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഹോട്ടലിലാണ് റൂം എടുത്തിരിക്കുന്നത് കേട്ടോ. റൂം ഡോർ ഈ വീഡിയോയുടെ അവസാനം കാണും. അപ്പം ഇവിടെ വന്ന് സെറ്റിലായ സ്ഥിതിക്ക് നമുക്ക് പെട്ടെന്ന് ഒന്ന് റെഡിയായി ഒന്ന് ഫ്രഷൻ അപ്പ് ആയിട്ട് അമ്പലത്തിൽ പോയിട്ട് നമ്മൾ ഗോൾഡൻ ടെമ്പിൾ രാത്രിയിലൊന്ന് കാണാൻ പോവുകയാണ്. ജസ്റ്റ് ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ച്. പിന്നെ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് അകത്ത് കയറാൻ പറ്റുമെങ്കിൽ കയറും. നമ്മളെ ടുക്ടുക്കിലാണ് പോണത്. രാവിലെ എന്തായാലും വീണ്ടും ഒന്നും കൂടെ പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു നൈറ്റ് ടൈമിൽ ആ ഒരു ലൈറ്റൊക്കെ കത്തിച്ച് വെച്ചിരിക്കാൻ നേരത്ത് നല്ല രസമാണെന്നാണ് കേട്ടത്. അപ്പോഴത്തേക്ക് പിന്നെ എന്തായാലും ഒന്ന് പോയേക്കെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളിത് ഇവിടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു വരാൻ നേരത്ത് വണ്ടി കാണിച്ചു തരാം. അയ്യോ എൻ്റെ അമ്മ കുഴി. ഇവിടുന്ന് 1.5 കിലോമീറ്ററാണ് ആകെ ദൂരം ഉള്ളത്. 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ ടെമ്പിളായി. നമ്മുടെ ഈ ഹോട്ടൽ ഹൈവേയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ്. നാളത്തെ പരിപാടി എന്താണെന്ന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ഡീറ്റെയിൽസ് നാളെ പറയാം. നല്ല കുലുക്കമുണ്ട്. അയ്യോ അയ്യോ. ദേ നമ്മൾ അമൃത്സർ സുവർണ ക്ഷേത്രത്തിന്റെ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആ കാണുന്നതാണ് മെയിൻ ഗേറ്റ്. നമുക്ക് മറ്റേ ടുക്ടുക്കിൽ വന്നതുകൊണ്ട് കുറച്ചും കൂടെ അടുത്തോട്ട് വരാൻ പറ്റി. വലിയ നമ്മളെ കാർ എടുത്തിട്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടൊന്ന് പാർക്ക് ചെയ്തിട്ട് പിന്നെ നടന്നു വരേണ്ടി വന്നേ. അകത്തോട്ട് നല്ല തിരക്കുണ്ടേ, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. അകത്ത് കയറിയിട്ട് വീഡിയോ എടുക്കാം. കാരണം പിള്ളേരെയും കൂടെ പിടിച്ചുകൊണ്ട് സേഫായിട്ട് നടക്കണ്ടേ. അപ്പോൾ ഏറ്റവും അകത്തെത്തിയിട്ട് ഞാൻ ഇനി ബാക്കി കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കണ്ടിറങ്ങിയിരിക്കുകയാണ്. അകത്ത് നല്ല ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര തിരക്ക്. ഏറ്റവും അകത്ത് കയറാനായിട്ട് നമുക്ക് അല്ലാണ്ട് ഈ ഇതിന്റെ ചുറ്റുപറ്റമൊക്കെ കറങ്ങി കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അതെ അതെ അതെ. എന്തായാലും നാളെ രാവിലെ നമ്മൾ ഒന്നും കൂടെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ
ചിലപ്പം ഒന്നും കൂടെ കയറും. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നല്ലേ. ഭയങ്കര വൈബ്. ഒരു രക്ഷയുമില്ല. എൻ്റെ ഇടയ്ക്ക് വെച്ച് ഒരു ഫാമിലി ഒരു കൊടിയൊക്കെ പിടിച്ചോണ്ട് വന്നില്ലായിരുന്നു. അവരുടെ ആ ഒരു പ്രെയർ കേൾക്കാൻ ഒരു പ്രത്യേക സുഖം ഉണ്ടായിരുന്നു. ഒരു ചാൻഡ് അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ. അങ്ങനെ നമ്മൾ കയറി ഫുള്ള് കറങ്ങി കണ്ട്. പോസിബിൾ ആണ്, നമുക്ക് ചുമ്മാ ജസ്റ്റ് വെറുതെ വേണമെങ്കിലും കയറി കിടന്ന് ഉറങ്ങാം. അതെ അല്ല, നമ്മള് ഹോട്ടലിൽ നിന്ന് ഓട്ടോയിലാണ് വന്നത്. കാറ് കൊണ്ടുവരാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല ഇവിടെ. അപ്പോൾ അതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഗോൾഡൻ ടെമ്പിൾ കണ്ടിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നാളെ നമുക്ക് ഒന്നും കൂടെ ഇവിടം വരെ വരാം. അപ്പോൾ ഇനി അതെ വരും. നമ്മളപ്പം ഈ സ്ട്രീറ്റ് ഒന്ന് കറങ്ങി നോക്കട്ടെ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഈ തന്നെ ഒരു ഇടിവിളയൊക്കെ മേടിക്കണം. വാളൊക്കെ നോക്കണമെന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ അമൃത്സറിൽ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. പ്രൈസ് വെറും 1300 രൂപ. ദേ കിടിലം സെറ്റപ്പ് കേട്ടോ. രക്ഷയില്ലാത്ത റൂം, നല്ല അടിപൊളി വലിയ ബെഡുണ്ട്. ഇവിടെ 2 ചെറിയ സിംഗിൾ സോഫാസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ലാപ്ടോപ്പ് വെച്ചിട്ടുണ്ട്. ലാപ്ടോപ്പ് റൂമിൽ ഇൻക്ലൂഡഡ് അല്ല, നമ്മൾ തന്നെ കൊണ്ടുവരണം. ഇവിടെ ഒരു ബാത്റൂം സെറ്റപ്പ് ഉണ്ട് കേട്ടോ. മറ്റേ ഷവർ കർട്ടനും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമാണ്. അത്യാവശ്യം നല്ല വൃത്തി, അത്യാവശ്യമല്ല നല്ല വൃത്തി, അടിപൊളി വൃത്തി. പിന്നെ കബോർഡുണ്ട്, കാര്യങ്ങളുണ്ട്, അതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ നമ്മൾ ഇന്ന് മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നോക്കട്ടെ. ചിറ്റയ്ക്കും ആദൂനും കൂടെ കമ്മല്, ചിറ്റയ്ക്കും ആദൂനും വീണ്ടും കമ്മല്. എനിക്ക് മെയിൻ ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഈ കമ്മല് നമ്മുടെ നാട്ടില് കേരളത്തിൽ എത്ര രൂപ കിട്ടുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. അതിനുശേഷം ഞാൻ ഇതിന്റെ റേറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, ശരി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ് ഇത്. എന്താണെന്നറിയാമോ? തേർഡ് വൺ എന്തെന്ന് വെച്ചാ എനിക്ക് ഹാർട്ട് ഭയങ്കര ഇഷ്ടം. സൂക്ഷിക്കണം, ഇവിടെ സൂക്ഷിക്കണം കേട്ടാ. ഇടിവള നമ്മള് മേടിച്ചേട്ടാ. ഇടിവള എന്ന് പറയുന്ന ഇച്ചിരി ഇമ്മിണിയൊന്നും അല്ല, ഈതന് തന്നെ 2 ഇടിവള. പിന്നെ ആ കൈ കിടക്കുന്ന മൊത്തം ഇടിവളകളാണ്. ചിറ്റയ്ക്കും എനിക്കും കൂടെ മേടിച്ചത്. ബ്രേസ്ലെറ്റ്സ്. ഓക്കെ, ഇടിവളാസ്. ഇത്രേ ഇടിവള മേടിച്ചു കേട്ടോ സംഭവം. ഇത് 100 ആയില്ല. ഓരോന്നിന്റെ പ്രൈസ് എത്രയാണെന്ന് അറിയത്തില്ല. അണ്ടർ 100 ആണ്. 50നും ഒരു 60-70നും ഇടയ്ക്കെങ്ങാണ്ടാണ് സംഭവം. പക്ഷെ സംഭവം നമ്മളവിടെ ഈ ഉത്സവപ്പറമ്പിൽ മേടിക്കുന്ന 20 രൂപയുടെ സാധനമല്ല കേട്ടാ. ഇത് പക്ക മെറ്റലാണ്. 2 തമ്മിൽ കൂട്ടിമുട്ടിച്ച് സൗണ്ട് കേൾപ്പേര് കണ്ടാ. വലുത് കണ്ടാ സൗണ്ട് കേട്ടാ. നല്ല ഒറിജിനൽ മെറ്റൽ സാധനം. നമുക്ക് ഓക്കെ, ആ ഒരു കട്ടി പ്രതീക്ഷിക്കും. പക്ഷെ ചെറുത് കണ്ട നമ്മള് എങ്ങനെ നോക്കിയിട്ടും വളയുന്നില്ല. നമ്മളവിടെ നിന്ന് വാങ്ങിക്കുന്നത് അപ്പോഴേ വളയും. നമ്മള് സ്ഥിരം ഇതുപോലെ എവിടെയെങ്കിലും പോകുമ്പോ ഇതിന് വാങ്ങാറുണ്ടായിരുന്നു. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി സാധനം, നല്ല മെറ്റൽ സാധനം തന്നെയാണ് കേട്ടോ എല്ലാം. അപ്പൊ അത്രയല്ലേ ഉള്ളൂ നമ്മളിന്ന് മേടിച്ചത്. പിന്നെ അത്രേ ഉള്ളൂ, വേറെ ഒന്നും മേടിച്ചില്ല. അപ്പൊ ഇത്രയും സാധനങ്ങളാണ്. ഐസ്ക്രീം മേടിച്ചില്ലേ? അത് ഇവിടെ ഇരിപ്പുണ്ടോ സാറേ? അത് ഫുഡ് വേറെ, നമ്മള് സാധനങ്ങളാ. എത്രയാണ്? വേണ്ട വയറ് കാണിക്കണ്ട, സെൻസറി. അപ്പൊ അതുകൂടെ വേണ്ട കാണിക്കണ്ട, അതുകൂടെ പറ. അപ്പൊ നമ്മള് എന്തൊക്കെ ഫുഡാണെന്ന് കഴിച്ചത്? എന്തൊരു മസാല ദോശ? പനീർ മസാല ദോശയും പിന്നെന്തുവായിരുന്നു? ഐസ്ക്രീമും. ഐസ്ക്രീമും. പിന്നെ ഓബിയസ്ലി ഞാനും വാവയും കൂടെ ഒരു ലസ്സിയും കുടിച്ചു. ഒരു ബട്ടർ മിൽക്കും കുടിച്ചു. ഇനി നാളെ പോകാൻ നേരത്ത് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കണം. അത് ഞാൻ പക്ഷേ വീഡിയോയിൽ കാണിക്കൂല, മേ ബി പ്രശ്നമായേക്കാം. അതുകൊണ്ട് അത് വീഡിയോയിൽ കാണിക്കത്തില്ല. അപ്പം അതൊക്കെയാണ് സംഭവം. സർപ്രൈസ് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അതെ. സൂപ്പർ കിളിക്കാൻ കണ്ട.
പിന്നെ അപ്പം അത്രയൊക്കെയാണ് സംഭവം. ഇന്നിനി നമ്മൾ കയറി കിടന്ന് ഉറങ്ങാൻ പോകുന്നു. നാളെ രാവിലെ ആവാൻ നേരത്ത് വീണ്ടും നമ്മൾ ഒന്നും കൂടെ പോകും ഗോൾഡൻ ടെമ്പിളിലേക്ക്. എന്നിട്ട് ഒരു എത്ര മണി, ഒരു 10 മണി സമയത്ത് നമ്മൾ വാഗാ ബോർഡറിലേക്ക് ഒന്ന് പോകും. ഞാനും എന്നെ കൂടെ എടുക്കട്ടെ, ക്യാമറാമാനെ കാണുന്നില്ലേ. അപ്പോൾ ഒരു 10 മണി കഴിയാൻ നേരത്ത് നമ്മൾ വാഗാ ബോർഡറിലേക്ക് പോകും. വാഗാ ബോർഡറിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ആ സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരുന്നേ ഉള്ളൂ. മറ്റേ പരേഡും കാര്യങ്ങളും ഒക്കെ വൈകിട്ട് 4 മണിക്കാണ്. പക്ഷെ ആ സമയത്ത് നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമുക്ക് ജമ്മുവിലെത്തണം. അതുകൊണ്ട് നാളെ വൈകുന്നേരത്തിനുള്ളിൽ ജമ്മുവിലെത്തണം. അതുകൊണ്ട് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി അത് സംഭവം ഇന്ന് ഇത്തവണ കാണാൻ പറ്റത്തില്ല. പേടിക്കണ്ട, അത് കാണാനായിട്ട് നമുക്ക് വേറൊരു ദിവസം വരാം അല്ലേ. ഇതാ ഞങ്ങള് മുന്നത്തെ വീഡിയോയില് പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങൾക്ക് ചില സ്റ്റേറ്റുകളിലെ ചില സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടു, പക്ഷെ ചില സ്ഥലങ്ങളിൽ പോവാൻ പറ്റാതെ വരുന്ന സ്റ്റേറ്റ് എല്ലാം ഞങ്ങൾ ലിസ്റ്റ് അതെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത ട്രിപ്പിൽ വരുന്നുണ്ട്. ഓക്കെ, ഒരു ട്രിപ്പിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ കൊണ്ട് പറ്റും. അതെ, ഇത് ജസ്റ്റ് ഒരു പ്രൂഫിങ് ഒരു സംഭവമാണല്ലേ. അതായത് ഇത്രയും നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് തന്നെ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു പിള്ളേരെ കൊണ്ടുവരുമ്പോ എങ്ങനെയായിരിക്കും മാനേജിങ്, എങ്ങനെയായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഞങ്ങളെ കൊണ്ട് പറ്റും. ഓക്കെ, അപ്പം ഇനിയിപ്പോ എന്തായാലും വരാം. അതെ, അപ്പൊ നമ്മൾ ഇനിയുള്ള ട്രിപ്പ് മിക്കവാറും അതാണ് കാര്യം. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും കാണുക. ഞങ്ങള് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഇനി എല്ലാരെയും അടുത്ത ദിവസത്തെ എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്.